നമ്മളിവിടെ ഈ കോഴിക്കോട് ഈ മുതലക്കുളം മൈതാനത്ത് ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി വേദാന്ത വിചാരം അല്ലെങ്കിൽ ഭഗവത്ഗീത വിചാരം അന്യവിഷയ വിചാരം ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾക്കും ഒരു പ്രശ്നവും ഇല്ല. എന്താ കാരണം? നമ്മുടെ അതിർത്തിയിൽ ജവാന്മാര് അവരുടെ ജീവൻ പണയം വെച്ച് ആയുധങ്ങളുമായി കാവൽ നിൽക്കുകയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലായാലും മനുഷ്യൻ ആഴ്ന്നു പോകുന്നത്ര മഞ്ഞുകളുടെ മധ്യത്തിലായാലും കുത്തിയൊലിക്കുന്ന നദിയുടെ തീരത്തായാലും എല്ലുപോലും മുറിഞ്ഞു പോകുന്ന തണുപ്പിന്റെ മധ്യത്തിലായാലും രാഷ്ട്രരക്ഷയ്ക്കായിക്കൊണ്ട് നമ്മുടെ ജവാന്മാർ കാവൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേമത്തൊക്കെ പറയണത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാനിവിടെ സുഖമായിരിക്കണമെങ്കിൽ ആരൊക്കെ സുഖമായിരിക്കണം? എല്ലാവരും സുഖമായിരിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. ഈ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും സുഖമുണ്ടെങ്കിലേ എനിക്കും സുഖം ഉണ്ടാവുള്ളൂ. ഇനി ദുഃഖമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സുഖം എന്താണെന്ന് അറിയുക? അത് വളരെ നല്ല ചോദ്യമാണ്. ദുഃഖം എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട്, സുഖം എല്ലാവർക്കും അനുഭവിക്കാനിടയായിട്ടുണ്ട്. ഇല്ലെങ്കിൽ സുഖം എന്താണെന്നും മനസ്സിലാവില്ല, ദുഃഖം എന്താണെന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഇരുളും വെളിച്ചവും സുഖവും ദുഃഖവും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സുഖം മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്ക് എന്ത് സുഖം? വല്ല സുഖമുണ്ടോ? സുഖത്തിലൊരു സുഖം ഉണ്ടാവണമെങ്കിൽ ദുഃഖം എന്താണെന്ന് അറിയണ്ടേ? ഈ ദുഃഖത്തിലൊരു ദുഃഖം ഉണ്ടാവണമെങ്കിൽ സുഖം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ദുഃഖവും സുഖമല്ലേ? സുഖവും ഒരു ദുഃഖം തന്നെ. ഇതൊക്കെ ആപേക്ഷികമാണ്.